ശ്രീ എൻ നീതി, നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് ശ്രീ ഹെൻറി ഓസ്റ്റിൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. കാരണം കാർഷിക മേഖലയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഒരുപക്ഷെ മുൻനിര കാർഷിക രാജ്യങ്ങളിലൊന്നാണ് നമ്മൾ എങ്കിൽ പോലും ഈ പരമ്പരാഗത കാർഷിക രീതിയാണ് ഇപ്പോഴും നമ്മൾ പലയിടത്തും അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഓരോ ബജറ്റിലും ഈ കാർഷിക വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ശ്രീ ഹെൻറി ഓസ്റ്റിൻ ചൂണ്ടിക്കാട്ടിയത്. അത് എത്രത്തോളം ഡിസ്ട്രിബ്യൂഷൻ എത്രത്തോളം കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യ ഇന്ന് ഒരു കാർഷിക രാഷ്ട്രമായിട്ടാണ് അംഗീകരിക്കപ്പെടുന്നത്. ഏകദേശം 50% ജനങ്ങളെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന അവസരത്തിൽ നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ നല്ലൊരു വിഹിതവും കാർഷിക മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. തൊഴിലവസരങ്ങളുടെ കാര്യത്തിലും കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുണ്ട്. അങ്ങനെ തൊഴിലവസരങ്ങളുടെ കാര്യത്തിലും നമ്മളുടെ ദേശീയ വരുമാനത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ ഭക്ഷ്യ ആവശ്യങ്ങളും കണക്കിലെടുക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, കഴിഞ്ഞകാല ഗവൺമെൻറ്റുകളും ഇപ്പോഴത്തെ ഗവൺമെൻറ്റും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം തന്നെ 2024-25 23-24 ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യ മന്ത്രി അന്ന് കാർഷിക മേഖലയുടെ പ്രാധാന്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഏകദേശം 20 ലക്ഷം കോടി രൂപയുടെ ക്രെഡിറ്റാണ് കാർഷിക അനുബന്ധ മേഖലകൾക്കായി മാത്രം മാറ്റിവെച്ചത്. അതിനർത്ഥം കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു മറു സൈഡിലുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, കഴിഞ്ഞ 4-5 വർഷമായിട്ട് കാർഷിക മേഖലയിൽ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കാരണം കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് നേരത്തെ 3 ആയിരുന്നത് 1.8% മാർജിനലായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കാർഷിക മേഖലയ്ക്ക് 2023-24 ഊന്നൽ നൽകിക്കൊണ്ട് 20 ലക്ഷം കോടി രൂപയുടെ കാർഷിക വായ്പയ്ക്കുള്ള സൗകര്യവും അതേപോലെ തന്നെ ഏകദേശം 1,44,000 കോടി രൂപയും കാർഷിക മേഖലയ്ക്ക് മാത്രമായിട്ട് മാറ്റിവെച്ചു. പക്ഷെ അങ്ങനെ മാറ്റിവെക്കുന്ന അവസരത്തിൽ മറ്റൊരു 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ 23-24 ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാർഷിക സബ്സിഡിയാണ്. അതിലേറ്റവും കൂടുതൽ ഭക്ഷ്യ സബ്സിഡിയാണ്. 2023-24 നമ്മുടെ ഫുഡ് സബ്സിഡിക്ക് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മാറ്റിവെച്ച തുക 2,87,000 കോടിയിൽ നിന്നും 1,87,000 കോടി രൂപയായിട്ട് കുറയുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഭക്ഷ്യ ഉൽപ്പാദനത്തെയും കൃഷിക്കാരുടെ വരുമാനത്തെയും ഒരു പരിധിവരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി 2024-25 അതായത് ഈ അടുത്ത സാമ്പത്തിക വർഷത്തിൽ തീർച്ചയായിട്ടും ഫുഡ് സബ്സിഡിക്ക് വേണ്ടി ഈ വർഷത്തേക്കാൾ കൂടുതൽ തുക മാറ്റിവെക്കും എന്നുള്ള പ്രതീക്ഷ നമുക്ക് അർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ടതാണ് ഫെർട്ടിലൈസർ സബ്സിഡി. ഫെർട്ടിലൈസർ സബ്സിഡി 2022-23 2.25 ലക്ഷം രൂപ ആയിരുന്നത് 2023-24 ആയപ്പോഴേക്കും ഏകദേശം 1.75 ലക്ഷം കോടി രൂപയായിട്ട് കുറയുകയാണ് ചെയ്തത്. ഏകദേശം 50,000 കോടി രൂപയുടെ കുറവ് വന്ന് അത് നമ്മുടെ കാർഷിക മേഖലയെ ഒരു പ്രതികൂലമായിട്ട് ബാധിക്കുന്നൊരു ഘടകമാണ്. നമ്മുടെ ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തതയും അതേപോലെ തന്നെ പാവപ്പെട്ടവർക്ക് കുറഞ്ഞ വിലയ്ക്ക്, മിതമായ വിലയ്ക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും 2024-25 ബഡ്ജറ്റിലെ ഭക്ഷ്യ സബ്സിഡിക്കും അതേപോലെ തന്നെ ഫെർട്ടിലൈസർ സബ്സിഡിക്കും കാർഷിക വായ്പയ്ക്കും നല്ലൊരു തുക മാറ്റിവെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ഒരു ഇടക്കാല ബഡ്ജറ്റാണെങ്കിൽ പോലും. കാരണം കാർഷിക മേഖലയുടെ വളർച്ചയിൽ കൂടി മാത്രമേ റൂറൽ എക്കോണമിയെ ശക്തിപ്പെടുത്താൻ കഴിയുകയുള്ളൂ. റൂറൽ എക്കോണമിയിൽ ഉപഭോഗം വർദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ശക്തി പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ സ്വകാര്യ കൺസംഷൻ കൂടുതലും നടക്കുന്ന ഗ്രാമീണ മേഖലയിലാണ്. അപ്പം ഗ്രാമീണ മേഖലയിലെ ഏകദേശം പ്രതിശീർഷ ഉപഭോഗം അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലെ സ്വകാര്യ കൺസംഷന് 2021-22 നിന്ന് ഏകദേശം 4.4% വളർച്ചാ നിരക്ക് 4.4% കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ സമ്പദ്ഘടനയുടെ വളർച്ചയെ ഒരു പരിധിവരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അങ്ങനെ കാർഷിക മേഖലയുടെ സർവ്വതോമുഖമായ വികസനത്തിന് വേണ്ടി ഭക്ഷ്യ സബ്സിഡിയും ഫെർട്ടിലൈസർ സബ്സിഡിയും ഭക്ഷ്യ ക്രെഡിറ്റും വർദ്ധിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ മേഖലയിലെ ഉപഭോഗ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം 2024-25 ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് 2024-25 ബഡ്ജറ്റ് ഒരു വോട്ട് ഓൺ അക്കൗണ്ടാണോ ഫുൾ ബഡ്ജറ്റാണോ എന്നുള്ളതിനെ പറ്റി, അല്ലെങ്കിൽ ഇടക്കാല ബഡ്ജറ്റാണോ എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല.
കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇടക്കാല ബഡ്ജറ്റ് ആയിരിക്കും, വീണ്ടും ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്നോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ തീർച്ചയായിട്ടും 2024-25 ഒരു ഇടക്കാല ബഡ്ജറ്റ് ആയിരിക്കും. ഇടക്കാല ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ഓരോ സമ്പദ്ഘടനയിലും ആവശ്യമായി വരുന്നിട്ടുള്ള വളർച്ച എന്താണ്, അതെങ്ങനെ ശക്തി പ്രാപിപ്പിക്കണം, വരും വർഷങ്ങളിൽ അതിൻ്റെ ഇഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളതിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും കാർഷിക മേഖലയിലേക്ക് 2024-25 ഈ വോട്ട് ഓൺ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇടക്കാല ബഡ്ജറ്റ് ആക്കുന്നതിൽ തയ്യാറാക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു ബഡ്ജറ്റായിരിക്കും ഈ ഇടക്കാല ബഡ്ജറ്റ്. കാരണം കാർഷിക മേഖലയുടെ വളർച്ചയിൽ കൂടി മാത്രമേ ഇന്ത്യക്ക് ഒരു സുസ്ഥിര വികസനം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ വരുന്ന അവസരത്തിൽ പിന്നെ ഇന്ത്യൻ സമ്പദ്ഘടനയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സമ്പദ്ഘടന ഇന്ന് 5ാമത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഏകദേശം ഇപ്പം $3.7 ട്രില്യൺ എക്കോണമിയാണ്. ലോകത്തെ 5ാമത്തെ ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും സമ്പദ്ഘടനയിലെ ശക്തമായിട്ടുള്ള ഒരു സമ്പദ്ഘടനയാണ്. 3.7 ട്രില്യൺ എക്കോണമിയാണ് കേരളത്തിൻ്റെ GDP എന്ന് പറയുന്നത്. അത് ലോകത്തെ 5ാമത്തെ രാഷ്ട്രമാണ്. അതിനെ മൂന്നാം സ്ഥാനത്തേക്ക് 2027 ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ പരിപാടികൾ അല്ലെങ്കിൽ ബഡ്ജറ്റ് 2023-24 അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ കഴിഞ്ഞ 2-3 ദിവസത്തേക്ക് മുമ്പേ കഴിഞ്ഞ 10 വർഷത്തെ വികസനത്തെ പറ്റിയുള്ളൊരു റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഈ വർഷം സാമ്പത്തിക സർവേ കാണില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്നലെ അവതരിപ്പിക്കേണ്ടതായിരുന്നു, പാർലമെൻറ്റിൽ വന്നിട്ടില്ല. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 10 വർഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തിയ പരിപാടികളുടെ വികസന നേട്ടങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ടോട്ടലായിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഈ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കാണിച്ചിട്ടുള്ളത്. അത് നോക്കുന്ന അവസരത്തിൽ 23-24 ഈ സാമ്പത്തിക വർഷം 7% വളർച്ച കൈവരിക്കും. ആ 7% വളർച്ച വരും വർഷങ്ങളിലും തുടരുകയും അങ്ങനെ 2027 ആകുമ്പോഴേക്കും ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ടോട്ടൽ സൈസ് ഏകദേശം 5 ട്രില്യൺ എക്കോണമിയാക്കി ഉയർത്താൻ കഴിയും. അതാണ് ഓരോ പ്രാവശ്യവും ഒരു പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന്റെ വാഗ്ദാനം അപ്രകാരം തന്നെയാണ്.